എന്നോട് ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇത്രതരം സംസാരിക്കില്ല. പോട്ടെ പ്രകാശ, അത് കാര്യമാക്കണ്ട. എന്നെങ്കിലും ഒരു ദിവസം ഈ പൂവിനുള്ളിൽ ഒരു ചിത്രശലഭം പോലെ അവള് പറന്നു വീഴും. അന്നേരം ഒരു പിടി പിടിച്ചോണം. പിന്നെ നിന്റെ അച്ഛന് റബ്ബർ എസ്റ്റേറ്റ് ഉള്ള കാര്യം ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കരുത്. സ്നേഹം മുഴുവൻ റബ്ബറിനോടാവും, നിന്നോടാവൂല. പിന്നെ ഒരു ടിക്കറ്റ് എടുത്തേ. ബമ്പറാ? പിന്നെ 10 ലക്ഷം രൂപ ഒരു മാരുതി കാറും. എനിക്കിപ്പോ പണത്തിന് അത്യാവശ്യമുണ്ട്. നീ ഇതെടുത്തിട്ട് ഒരു 5 രൂപ എനിക്ക് താ. ഇതും കൂടി ആവുമ്പോ എന്റെ അടുത്ത് ഇത്തവണത്തെ ടിക്കറ്റിന്റെ എണ്ണം 47. എന്നിട്ട് ഹേയ്, അവളത് വാങ്ങിയത് പോലുമില്ല. രമണിയല്ലേ ആള്. വഴിന്ന് എടുത്ത് ഒരു പൂ നീട്ടിയെന്ന് വെച്ച് അവൾക്ക് സുധാരണയുള്ള സ്നേഹം കുറയോ? സ്നേഹത്തിന്റെ പ്രശ്നമല്ല, എന്നാലും അവൻ ഏതാ ആള്? പ്രകാശൻ എന്ന പേര്. മന്ദം പ്രകാശൻ എന്ന് ലോക്കൽ നെയ്. മൂലമറ്റത്തുകാരനാ തന്ത. വീട്ടുമുറ്റത്ത് 1-2 ഉണക്ക റബ്ബർ മരങ്ങളുണ്ട്. റബ്ബർ മുതലാളിന്ന് വിളിച്ചു കേൾക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമാണ്. എന്തായാലും അലോട്ട്മെന്റ് സമയത്ത് മോനെ പാക്ക് ചെയ്ത് അമ്മയുടെ വയറ്റിലോട്ട് അയക്കുമ്പോൾ ദൈവം 2-3 നട്ട്സ് ഊരി വെച്ചു. അതിന്റെ ഒരു കുറവുണ്ടോ എന്ന് ഒഴിച്ചാൽ അവൻ നമ്മളെക്കാളൊക്കെ സുന്ദരനാ. 17-ാം തീയതി ബോംബെക്ക് ബസ്? ഉണ്ട്. ഇയാൾ അങ്ങോട്ട് പോയി ചോദിക്കും. എന്തൊരു കഷ്ടമാണത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ബസിന്റെ കാര്യം. എത്ര ടിക്കറ്റാ? 4 ടിക്കറ്റ്, 3 സ്ത്രീകളാ. ടയറില്ലാതെ ട്രിപ്പിന് പോകാൻ പറ്റൂല. നല്ല സമയം നോക്കിയാ മുതലാളിയോട് ഒന്ന് പറ സുധാകര. എത്ര ടയർ പൊട്ടിയെന്ന് മുതലാളി എന്നെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. ഇനി അങ്ങോട്ട് ചെന്നാ മതി. ചേട്ടാ, ടയർ പൊട്ടിയ കാര്യം നമ്മൾ പറയാണ്ട് മുതലാളി ഇങ്ങനെ അറിഞ്ഞു? ചിലപ്പോ പൊട്ടിയ ശബ്ദം കേട്ടിട്ടുണ്ടാവും. കേട്ടു, പൊട്ടിയ ശബ്ദം കേട്ടു. താൻ എങ്ങോട്ട് നോക്കിയിട്ടാണോ ബസ് ഓടിക്കണേ? നല്ല കണ്ണാടി പോലത്തെ റോഡാണല്ലോ ബോംബെക്കും ബാംഗ്ലൂർക്കും ഒക്കെ. തോന്നുമ്പോ ഡ്രൈവർമാർക്ക് പൊട്ടിക്കാൻ ഞാൻ എന്താ ബലൂണ വാങ്ങി തരണേ? ടയറല്ലേ മുതലാളി പറയണ. പോടാ, നിങ്ങൾ പോ. സുധാരോടൊന്നേ തന്നെ വിശ്വസിച്ച ഞാൻ 2 ലക്ഷറി ബസ് വാങ്ങിയത്. കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കാതെ താനും മത്തായി ആവാണെങ്കിൽ ബസ് 2 ഞാൻ തമിഴ്നാട്ടിലേക്ക് മാറ്റാം. മുതലാളിയുടെ വിഷമം എനിക്കറിയാം. എല്ലാം ഞാൻ ഏറ്റു. ഏറ്റല്ലോ, അത് മതി. എന്തിനാ പുള്ളി ഉടുപ്പിട്ട് നിൽക്കണേ? ഇവിടെ വല്ല പുലിക്കളി ഉണ്ട്? സുധാര, അങ്ങേരെന്താ സുധാരനോട് രഹസ്യം പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല. തങ്കം പോലത്തെ മനുഷ്യനാ. എന്തിനാ കൊച്ചമ്മ വെറുതെ സംശയിക്കുന്നത്? പുറത്ത് തങ്കം തന്നെയാ, അകത്ത് ചെമ്പുണ്ടോന്ന് ഈയിടെ എനിക്കൊരു സംശയം. കുഞ്ഞെന്താ ഇത്ര നേരത്തെ? അരി അടുപ്പത്തിടാൻ പോകുന്നേ ഉള്ളൂ. മോനെ, അച്ഛൻ വന്നടാ. അറിഞ്ഞു. പുറത്തെ ബോർഡിൽ പത്മശ്രീ വീരഭദ്രൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുല്ലോ. അച്ഛൻ എന്നായി പത്മശ്രീ കിട്ടിയത്? അതിപ്പോ എല്ലാവർക്കും കിട്ടണതല്ലേ, അച്ഛനും കിട്ടിയിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അച്ഛൻ വന്ന് കാലും മുഖം കഴുകി തുടയ്ക്കാൻ ഞാൻ തോർത്തെടുത്ത് കൊടുത്തപ്പം എന്റെ കയ്യിലേക്ക് വെറുതെ ഒന്ന് നോക്കി അച്ഛൻ ചോദിക്കുക, ഇന്നിവിടെ സാമ്പാറല്ലേന്ന്. ഞാനപ്പോ സാമ്പാറിന് മുറിച്ചിട്ട് പോലും ഇല്ലെന്നേ. അതിനിപ്പോ ഇവിടെ ഇന്ന് സാമ്പാറല്ലേ? എന്തത്ര അതിശയം. പോടാ അവിടുന്ന്. നിനക്കല്ലേലും അച്ഛന്റെ ജോത്സ്യത്തിൽ വിശ്വാസമില്ലല്ലോ. നീ അച്ഛനെ കണ്ടില്ലല്ലോ. നല്ല മാറ്റമുണ്ട്, നല്ല തേജസ്സും. എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ വേരാണ് ഞാൻ. അതെന്താണ് സാർ? താങ്കൾക്ക് ശേഷം തായ്വേരിൽ പുതിയ വേരുകളൊന്നും മുളച്ചില്ലേ? മുളച്ചല്ലോ, ഒന്ന് മുളച്ചു. ദേ നിക്കണു. അത് നേരാൻ വണ്ണം വളർന്നില്ല. എന്നാൽ തുറന്നു പറയണം. സത്യം സത്യമായി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. ശരിയാണ് ജോലിസരെ, ഞാൻ പുറത്തു വന്നിട്ട് 4 ദിവസമായിരുന്നു. പിന്നെ എന്നെ പറ്റി അച്ഛൻ നാട്ടുകാരോട് എന്ത് വേണേലും പറഞ്ഞോട്ടെ. മകനായി പോയില്ലേ, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ നാട്ടുകാരുടെ മുഖത്ത് നോക്കി കള്ളാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ, അവരെടുത്തിട്ടൊന്ന് തടവീന്ന് വരും. മോനെ, ഊണ് കഴിച്ചിട്ട് പോടാ. എൻട്രൻസ് എക്സാമിനേഷന്റെ കോച്ചിങ്ങിന് എറണാകുളത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞ നേരെ കിട്ടിയില്ലെങ്കിലും എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരു ക്രെഡിറ്റ് ആണെന്ന് അച്ഛൻ പറയുന്നത്. വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും. ഏതായാലും എറണാകുളത്തൊക്കെ പോകുന്നതല്ലേ, എന്റെ വക നിന്റെ കയ്യിൽ ഒരു അടയാളം കിടക്കുന്നത് നല്ലതാ. അതൊരന്തസ്സല്ലേ? എങ്ങനുണ്ട്? കല്ലുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിനെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി. കല്ല് വെച്ച് ഇതേപോലെ 6 മോതിരം ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഇപ്പൊ ഇത് വേണോ അതോ? വേണം. സുധാരേട്ടൻ തരുന്നതല്ലേ. വേണ്ടെന്ന് പറയാൻ ഈ ജന്മം എനിക്കാവില്ല. വല്ലതും പറ്റിയ ട്രെയിൻ എടുക്കുന്ന ബസ്സാ. നേരാമണ്ണം പിടിച്ചിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞതാ, മറക്കണ്ട.
മത്തായി ചേട്ടനൊന്ന് വളച്ചിട്ട് വരാം. മത്തായി ചേട്ടോ, വണ്ടി നമുക്ക് രമണിയുടെ സ്റ്റഡി സെന്റർ വഴി ഒന്ന് വിട്ടാലോ? മത്തായി ചേട്ടൻ അതൊരു റണ്ണുമാവും, രമണിക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. എന്താ? അത് വേണോ സുധാര? അവളോട് നടന്നു പോകാൻ പറ. ഒരു പെണ്ണിന് വേണ്ടി അനാവശ്യമായി ജീവിതത്തിന്റെ സ്റ്റെറിങ് തിരിക്കണോ? വേണോ? നല്ല റോഡിലൂടെയാണ് ഇപ്പൊ വണ്ടി ഓടുന്നത്. നീ തിരിക്കാൻ പറയുന്നത് കട്ട് റോഡിലേക്കാ. റോഡ് ഇത്തിരി മോശവും. സാരമില്ല മത്തായി ചേട്ടാ, അവൾക്ക് എന്റെ ഈ ബസ്സില്, അല്ലല്ല നമ്മുടെ ഈ ബസ്സില് ഒരു ലിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? മത്തായി ചേട്ടൻ നോ പറയരുത്. കോളേജിന്റെ വാതിക്കെ കൂടെ വണ്ടി വിടാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് അത്ര പിടിച്ചില്ല. പോയി പണി നോക്കട്ടെ അല്ലേ? ശിവരാമ, മത്തായിച്ചേട്ടാ, ഒന്ന് എണീറ്റേ. ശിവരാമൻ എവിടെ? ശിവരാമൻ ആളില്ലാതെ ബാംഗ്ലൂർക്ക് ബസ്സിലോടി പുലർച്ചയ്ക്ക് ഒന്ന് കിടന്നിട്ടുള്ളൂ. അതിനടിക്കോട്ടെ ശിവരാമൻ. നമ്മുടെ ശിവരാമന് ലോട്ടറി അടിച്ചു. 10 ലക്ഷം രൂപ മാരുതി കാരണം ബമ്പർ അടിച്ചു. ശിവരാമ, കോളടിച്ചു. എന്താ കാര്യം? നീ അന്ന് എന്നോട് വാങ്ങിച്ച ടിക്കറ്റില്ലേ, അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 10 ലക്ഷം രൂപ ഒരു മാറും. നീ ആരാണോ കൊച്ചു കണ്ടക്ടറെ? നീ വെറും മുതലാളിയല്ല, കണ്ടക്ടർ മുതലാളി. എനിക്കിപ്പോ പണത്തിനാണ് ആവശ്യം. നീ ഇതെടുത്തിട്ട് 5 രൂപ ഇങ്ങിതാ. ആ ടിക്കറ്റ് ഞാൻ മന്ദം പ്രകാശിന് വിറ്റു. ദ്രോഹി. അയ്യോ ശിവരാമ, ശങ്കര, എന്താ ശിവരാമന് ലോട്ടറി അടിച്ചു. നിന്നെ പറയത്തില്ല, അത് മന്ദം പ്രകാശന് മറച്ചു വെച്ചു. ആർക്ക് മറിച്ചു വെച്ചാലും സാരമില്ല, എന്റെ കമ്മീഷൻ കിട്ടും. പ്രകാശിന്റെ വീടവിടാ. ശിവരാമ, ഇത്രയൊക്കെ ആയിട്ടും പോത്തോടെ ഉറങ്ങണ്ടില്ല. പോത്തുപോലെ കിടന്ന് ഉറങ്ങിയല്ല, ബോധം കെട്ട് കിടക്ക. പോയി വെള്ളെടുത്തോണ്ട് ശിവരാമ, 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 ശിവരാമ. മാരുതി കാർ എപ്പ ഡെലിവറി എടുക്കണം? 10 ലക്ഷം രൂപ ഏത് ബാങ്കിലിടും? ഞാൻ എത്യോപ്യയിലേക്ക് പോട്ടെ. എവിടെ? എത്യോപ്യ, എത്യോപ്യ. പാവം നട്ടു തെറിച്ചാ തോന്നണേ. തോഴ, എന്റെ ടിക്കറ്റ് പോയി. ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ആത്മഹത്യ ചെയ്യണ്ട, നാലാളോട് അന്വേഷിച്ചു മതി. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞുതരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ 13% ബാങ്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പലിശ. പഴയ ഇൻട്രസ്റ്റ് ഇപ്പോൾ പുതുക്കിയിരിക്കുക. ശരി, എല്ലാം കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ ഇപ്പോൾ. കണ്ണൂടെ ഇപ്പൊ കണ്ണാണ്ടൂടറാ. നല്ല പലിശ നിരക്കും. ഒന്നെടുത്ത് തണുപ്പിച്ചോ. എപ്പോഴാ ബോധം വീണത്? ബോധം വന്നില്ല. പ്രകാശ, ഞങ്ങളുടെ ബാങ്കിന് വേണ്ടി ക്യാൻവാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബാങ്കിന്റെ കാര്യമൊന്നും അല്ല മാഷേ. ഒന്ന് വന്നേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ എന്താ കാര്യം? എന്റെ പൊന്നു പ്രകാശ, അന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ. ആ ടിക്കറ്റ് എന്റേതല്ലേ? അത് ഞാൻ ശിവരാമന്റെ അടുത്ത് വാങ്ങിച്ചതല്ലേ? അയ്യോ, ഞാനല്ലേ അത് ആദ്യം വാങ്ങിച്ചത്. അതെനിക്ക് തന്നൂടെ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? എനിക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ല. മാറോ. സംഭവിച്ചേ. ടിക്കറ്റ് നിങ്ങൾ കൊടുക്കും വേണ്ട, സമ്മാനത്തുക 50-50 ആക്കി കളയുന്നു. പറ്റില്ല. അതെല്ലാം പോട്ടെ, വട്ടച്ചെലൊരു 25,000 കൊടുത്തേരെ. ഇല്ല. അയ്യോ, ദേ മനുഷ്യത്വത്തിന്റെ പുറത്തെങ്കിലും ഒരു 5,000 രൂപ എനിക്ക് താ. 5 പൈസ ഞാൻ തരില്ല. നീ തരില്ലേ? വാങ്ങിക്കാൻ എനിക്കറിയാം. സമ്മാനം വാങ്ങിയിട്ട് കൈക്കും കാലിന് സ്വാധീനം ഉണ്ടെങ്കിലേ നീ വീട്ടിൽ കയറൂ. എന്റെ പുറകിലും ആൾക്കാരുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ വാങ്ങിക്കൂടാ. അമ്മേ, അമ്മേ കുമ്മേ എന്ന് വിളിക്കണ്ട. ചതിച്ചും പറ്റിച്ചിട്ടും നീ പണക്കാരനാകാൻ നോക്കണ്ട. ഞാൻ കൊണ്ടുകൊണ്ടിരിക്കാം. പോയാ, ചക്കരാ, പോയാ. ചോദിക്കട്ടെ, ഇതെന്താന്ന് വെച്ചാൽ കേട്ടില്ല. എന്നാലേ ഇതിന്റെ ഷെയർ നമുക്കും കിട്ടും, ഉറപ്പാ. എന്ത് വ്യത്യാസനെ? ഒന്നും പറ്റിയില്ല, ഒരു ലോട്ടറി അടിച്ചതാ. ഈ സുധാരേട്ടൻ കുളിക്കാൻ പോയിട്ട് എത്ര നേരായി? ഒന്ന് കണ്ടിട്ട് പോണോന്ന് കരുതിട്ടാ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നത്. കുളിയുടെ കാര്യത്തിൽ അവൻ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ്. കുളത്തിലിറങ്ങിയ പോലെ വെള്ളം നിറച്ച് ചെമ്പി കിടന്ന് നീന്തുകയും ചെയ്യും.
ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എതിര് പറയോ? എതിര് പറയണോ വേണ്ടായോ എന്ന് മരുമോളായിട്ട് വന്നതിന് ശേഷം പറയാം കേട്ടോ. തമാശയല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറയാം. അമ്മ ഒന്ന് ശുപാർശ ചെയ്താ സുധാരേട്ടന്റെ അച്ഛൻ എന്റെ കൈയൊന്ന് നോക്കും. ഒന്നുമില്ല, ഇത്തവണ എഴുതി പരീക്ഷയുടെ ടെൻഷനൊന്ന് തീർന്നു കിട്ടാനാ. ഇതാണോ ഇത്ര വലിയ ആന കാര്യം? പരീക്ഷ